ഹലോ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധയാണെങ്കിൽ വിക്രം വേദയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജീനയോട് പറയുന്നുണ്ട്, ലവ് ഫെയിലിയറായ ആണുങ്ങൾക്ക് മാത്രമേ കുടിക്കാവൂ എന്നൊന്നുമില്ലല്ലോ, പെണ്ണുങ്ങൾക്കും കുടിക്കാം. അല്ലാതെ പെണ്ണുങ്ങൾ പോയിട്ട് വീട്ടിൽ പോയിരുന്ന് കരയാൻ പറ്റുമോ? എന്തായാലും ഞാൻ കരയാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ബോധം മറയുന്നത് വരെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ ജീനയാണെങ്കിൽ അത് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ വിടടി എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു സീനാണ് കേട്ടോ. അങ്ങനെ വേദയുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ വിക്രം. അമ്മ ഉറങ്ങിയോ? അതിന് വിക്രമാദിത്യനെ കാത്തു നിൽക്കാറില്ലല്ലോ അമ്മ. ഇതാ ഇവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, വേണ്ടത് എടുത്തു കഴിച്ചോ എന്നും പറഞ്ഞ് വേദ അങ്ങ് പോകുന്ന നേരത്ത് അതും ഇനി ഞാൻ വിളമ്പി കഴിക്കണോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ വിക്രം. എൻ്റെ ദൈവമേ, അവനവന് ആവശ്യമുള്ള ഭക്ഷണം എടുത്തു കഴിച്ചാൽ കയ്യിലെ വള മറ്റോ ഊരിപ്പോവോ? ഈ ആണുങ്ങളെ മൊത്തം വഷളാക്കുന്നത് അവരുടെ അമ്മമാരാ. ചോറും തൈരും കൂടി കൂട്ടിക്കുഴച്ച് ഇന്ന ബാബാ മോനെ കഴിച്ചോ എന്നും പറഞ്ഞ് പിറകെ നടന്നോളൂ. അവരെ പറഞ്ഞാൽ മതിയല്ലോ. നിന്ന് പ്രസംഗം നിർത്തി എനിക്ക് ഇത്തിരി ചോറ് വിളമ്പി തരാൻ പറ്റുമോ? അതിന് ഞാൻ വിളമ്പി തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അത് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ഇടയ്ക്ക് കുഴപ്പമുണ്ട്, ഇടയ്ക്ക് കുഴപ്പമില്ല, അത് പറ്റൂല എന്നങ്ങ് പറയട്ടെ വേദ. ഇന്ന് നീ നീട്ടിയ ചോറ് ഞാൻ തട്ടിക്കളയാൻ പാടില്ലായിരുന്നു. അതിന് പകരം നീ ചോറ് വിളമ്പി തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പൊ പ്രായശ്ചിത്താണല്ലേ? എങ്കിൽ ഇരിക്കിരിക്കി, ഞാൻ വിളമ്പി തരാന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കാനിട്ട് വേദ. അതെ, നിങ്ങൾ ഈ ചെയ്തതൊക്കെ ഞാൻ അച്ഛമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിന് എന്ന് ചോദിക്കട്ടോ വിക്രം. നിങ്ങളെ കൊണ്ട് ഫൈൻ ഇടിപ്പിക്കണം എന്നാ മുത്തശ്ശി പറയുന്നത്. ഫൈനോ? പൈസയായിട്ടല്ല, പേടിക്കണ്ട. നാളെ എൻ്റെ കൂടെ ഒരിടം വരെ വരണം. എവിടേക്ക്? എനിക്കൊന്നും പറ്റൂല. എങ്കിൽ അത് അച്ഛമ്മയോട് നേരിട്ട് പറഞ്ഞാൽ മതി. നാളെ ഒരു ദിവസത്തേക്ക് ഒരു തലവേദനയും ഏറ്റെടുക്കണ്ട. നാളത്തെ പകൽ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇനി ചോറ് വേണ്ടി വരില്ലല്ലോ? വേണ്ട എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്. അതെ, ഒരു കാര്യം, ഭക്ഷണം വിളമ്പി തരാനേ എനിക്ക് പറ്റുള്ളൂ. എച്ചിൽ പാത്രം കഴുകാൻ എന്നെ കിട്ടില്ല, അതുകൊണ്ട് അത് വൃത്തിയായി കഴുകി വെക്കണം എന്നും പറഞ്ഞ് വേദ റൂമിലേക്ക് പോവാണേ. അപ്പൊ വിക്രം അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇവള് നാളെ എന്നെയും കൊണ്ട് എങ്ങോട്ടാണാവോ പോകുന്നത്? വല്ല കെണിയിലും കൊണ്ടുപോയി ചാടിക്കോ എന്നങ്ങ് മനസ്സിൽ ചിന്തിക്കുന്ന നേരം വേദ റൂമിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, പേടിക്കണ്ട, കെണിയിലൊന്നും ചാടിക്കില്ല എന്ന് വിളിച്ചു പറയട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഇവൾ ഇതും കേൾക്കാൻ തുടങ്ങിയോ? അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല, ആ പോയതിലും വലിയ കെണി ഇനി വരാനില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ.